മെസ്സിന്റെ റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള അസിസ്റ്റിൽ നിന്ന് ലൗതാരോ മാർട്ടിനസ് നേടിയ ആ ഗോൾ ഉണ്ടല്ലോ, അത് വെറൊരു വിജയ ഗോൾ മാത്രമായിരുന്നില്ല. മെസ്സിയുടെ വീഴ്ച കാണാനും ഇതുപോലെ പാട്ട് പാടിയൊരുക്കും. അർജന്റീനയ്ക്ക് ഇതുവരെ ഈ ലോകത്തിൽ റാങ്ക് 10 താഴെയുള്ള ടീമിനായിട്ട് ഇതുവരെ കളിക്കാൻ പറ്റില്ല എന്നും, വലിയ ടീമിനായിട്ട് അർജന്റീന കളിച്ചില്ല എന്നും, വലിയ ടീമിനായിട്ട് അർജന്റീന കളിച്ചാൽ അർജന്റീന തോൽക്കുമെന്നും, ഇതെല്ലാം റിഗ്ഡ് ആണെന്നും ഫിഫയുടെ തിരക്കഥയാണെന്നും പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് അർജന്റീന ഫാൻസിൻ്റെയും അർജന്റീന കളിക്കാരുടെയും വകയുള്ള ഒരു മറുപടിയായിരുന്നു ആ ഒരു ഗോൾ. ഇന്ന് ആർക്കും റഫറിനെ കുറ്റം പറയാനില്ല, എതിരാളികൾ ചെറിയ ടീമാണെന്നും പറയാനില്ല, അർജന്റീനക്ക് എളുപ്പമുള്ള വഴി കിട്ടിയെന്നും പറയാൻ പറ്റൂല. കാരണം ഇന്ന് അർജന്റീന കളിച്ചത് ഇംഗ്ലണ്ടിനെതിരായിരുന്നു. അർജന്റീന അവരെ കളിച്ച് തന്നെയാണ് തോൽപ്പിച്ചത്. മെസ്സിനെ എല്ലാ സമയത്തും വിമർശിച്ച ആൾക്കാർ പോലും ഈ ഒരു കളിക്ക് ശേഷം മെസ്സിനെ അഭിനന്ദിക്കാനാണ് കാണാൻ പറ്റുന്നത്. സന്തോഷമുണ്ട്. ചില സമയത്ത് നമുക്ക് സത്യങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. അതാണ് ഇപ്പോൾ ഇന്ന് പല ഗ്രൂപ്പുകളിലും നടക്കുന്നത്. ഇന്നത്തെ സത്യം വളരെ ലളിതം. മെസ്സി ഒരിക്കലും ഒറ്റയ്ക്കെല്ലാം ജയിച്ചിട്ടില്ല. പക്ഷേ അർജന്റീന എന്ന ടീം ഏറ്റവും കൂടുതൽ തവണ ആവശ്യപ്പെട്ട നിമിഷങ്ങളിൽ മെസ്സി ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല. ആവശ്യമുള്ള സമയത്ത് മെസ്സി മുന്നിൽ നിന്ന് തന്നെ ഈ ടീമിനെ നയിച്ചിട്ടുണ്ട്, ഗോളുകൾ നേടിയിട്ടുണ്ട്, ഗോൾ നേടാൻ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ടീമിനെ ശാന്താക്കിയിട്ടുണ്ട്, വീണ് കിടക്കുന്നിടത്തുനിന്ന് ഉയർത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ടീമിനെ. അതുകൊണ്ട് മാത്രമാണ് ലോകം മുഴുവൻ മെസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലർ അസൂയോട് കൂടി നോക്കുന്നുണ്ട്, ചിലർ സ്നേഹത്തോടു കൂടി നോക്കുന്നുണ്ട്, മറ്റു ചിലർ മെസ്സിന്റെ വീഴ്ച കാണാനും നോക്കുന്നുണ്ട്. കാരണം മെസ്സി വെറും ഒരു കളിക്കാരൻ മാത്രമല്ല, ഒരു തലമുറയുടെ ഫുട്ബോളിന്റെ ഓർമ്മകളാണ്. വർഷങ്ങളായിട്ട് ഞങ്ങളെ അർജന്റീന ഫാൻസിനെ ആനന്ദിപ്പിച്ച ഒരു കളിക്കാരൻ. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി മെസ്സി ആ ഒരു കർത്തവ്യം നിറവേറ്റി. മെസ്സി എന്ന രാജാവ് ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിന്നു. അർജന്റീന വീണ്ടും ഫൈനൽ. എങ്ങനെ? അർജന്റീന വീണ്ടും ഫൈനൽ, അതും അടുപ്പിച്ച് 2 ഫൈനലിൽ. ഇംഗ്ലണ്ട് ഫാൻസ് പാടിയ പോലെ അല്ല കാര്യം. മെസ്സിനെ ന്യൂയോർക്കിൽ ഇനി കാണൂല എന്ന് പറഞ്ഞവർക്ക് മെസ്സിനെ ഫൈനലിൽ ന്യൂയോർക്കിൽ തന്നെ കാണേണ്ടി വരും. മെസ്സിയുടെ വീഴ്ച കാത്തിരിക്കുന്നവർക്ക് കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയായത്. കാരണം ചില ആൾക്കാർ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് വരുന്നത് കളിക്കാൻ വേണ്ടി മാത്രമാണ്, എന്നാൽ ചില ആൾക്കാർ വരുന്നത് ചരിത്രങ്ങൾ എഴുതാനാണ്. മെസ്സി ഈ 2ാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെസ്സി ഈസ് ദ ഗോഡ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം.